ഇത് പാലക്കാട് കൽപ്പാത്തിയിലൊക്കെ ഇത് കൂടുതലായിട്ട് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് അഗ്രഹാരങ്ങളിലാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മുടെ ബ്രാഹ്മിൻസ് തന്നെ കൂടുതൽ ഇത് ഇഷ്ടപ്പെടുന്ന ആഹാരം ഇഡലി ദോശയെ പോലെ നോർമൽ ആഹാരം സേവ എന്ന് പറയുന്നത് ഈ ഫുഡാണ്. പക്ഷെ ഇത് കൊച്ചു പിള്ളേർക്ക് പോലും കൊടുക്കാം. നമുക്ക് വയറ്റിന് വേറെ ഒന്നും ഇതാവൂല. പുളിശ്ശേരി മാത്രം എരിവില്ലെങ്കിൽ കൊച്ചു പിള്ളേർക്കും കൊടുക്കാം. വലിയവർക്കും ഒന്നും ഇതാവൂല. വേവിച്ചെടുക്കണം. അതുകൊണ്ട് ആ ഫുഡ് നല്ല ഇതാണ്. മാഡത്തിന് കടയുണ്ടല്ലോ, ഇത് കടയിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ നല്ലതായിട്ട് ആൾക്കാർ വന്ന് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ കടയിൽ വന്ന് വാങ്ങിക്കാറുണ്ട്. അതെ ചേച്ചി, ഇത് ഇവിടെ സേവ കൂടുതലായിട്ട് കച്ചവടം എങ്ങനെയാ നടക്കുന്നുണ്ടോ? വൈകുന്നേരം തന്നെ സേവ നല്ല കച്ചവടം നടക്കുന്നുണ്ട്. വീട്ടിലെ ഹോം ഐറ്റം വീട്ടിലെ ഉണ്ടാക്കறனால நல்லா நடக்கணுണ്ട്. எப்பவும் நல்ல இதா உண்டு. ஸ்டார்டிங் 4 மணி தொட்டு 8 மணி வரைக்கும் കാണും. പുളിശ്ശേരി സേവ പപ്പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കസ്റ്റമർ നിറയെ ഒരുപാട് ഉണ്ട്. കടയുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തരാം. അട്ടകുളങ്ങര സിഗ്നലില് തെക്കേക്കോട്ടനെ പറഞ്ഞാൽ മതി. സരവണ ടെക്സ്റ്റൈൽ പറഞ്ഞാൽ മതി. നമ്മുടെ കടയിലെ സേവ എന്ന് പറയുന്നത് കസ്റ്റമറിന് നല്ല ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അപ്പൊ അവര് വരുമ്പോ മാക്സിമം അവിടെ പാക്ക് ചെയ്ത് കൊണ്ടുപോകും. ചിലപ്പം 1 മണിക്ക് തന്നെ നമുക്ക് ബുക്കിംഗ് തീരും. അപ്പൊ നമ്മൾ നേരത്തെ പറയും അവരുടെ അടുത്ത്, കസ്റ്റമറുടെ അടുത്ത് പറയും ഇങ്ങനെ 12 മണിക്ക് മുൻപ് ബുക്ക് ചെയ്യണം. ഇത് പറയുന്നത് നമ്മൾ ഇഡലി മാവ് പോലെ അല്ല, പെട്ടെന്ന് മാവ് മാത്രം ഒഴിച്ചു കൊടുക്കുന്ന സാധനം പോലെ അല്ല. ഇത് നമ്മൾ ഒരു സ്റ്റെപ്പ് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിലേന്ന് പിന്നെ ചെയ്താലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സേവയ്ക്ക് ഒരുപാട് കസ്റ്റമർ നമ്മൾക്ക് ഹെൽപ്പ് ഉണ്ട്, സഹായമുണ്ട്. പക്ഷെ അതേപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട് വരാറുണ്ട്. അപ്പൊ ഞങ്ങൾ അവരുടെ അടുത്ത് പറയും, നേരത്തെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണേന്ന് പറയും. അപ്പൊ അവര് നേരത്തെ മാക്സിമം ഉള്ളവര് ഒരു 12 മണിക്ക് മുൻപ് മാക്സിമം പറയും. അഥവാ ഇല്ലെങ്കിൽ അവര് കടയിൽ വരുമ്പോ തീരുവാണെങ്കിൽ ഞങ്ങൾ പറയും നാളെ നേരത്തെ വിളിച്ച് പറയണം. അല്ലെങ്കിൽ അവരുടെ നമ്പർ നമ്മൾ വാങ്ങിച്ചു വെച്ചോളും. നമ്മൾ അവരുടെ അടുത്ത് വിളിച്ച് ചോദിക്കും, ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കും. അപ്പൊ അവര് പറയും നമുക്ക് ഇന്ന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഇവിടെ സ്ഥലത്തില്ല എന്ന് പറയും. സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന കസ്റ്റമർ നമ്മളെ അടുത്ത് ഒരുപാട് പേരുണ്ട്. പിന്നെ ഫംഗ്ഷന് വാങ്ങിക്കുന്നവരുണ്ട്. ഫംഗ്ഷന് ആകുമ്പോ ഇങ്ങനെ പാക്ക് ചെയ്യൂല, അങ്ങനെ അവര് പാത്രം കൊണ്ടുവരും, അങ്ങനെ പാത്രത്തെ ഇട്ട് കൊടുക്കും. അപ്പൊ ഒരു ജപം സഹസ്രനാമം ഒക്കെ അങ്ങനെ ആവുമ്പോ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവരുണ്ട്. അങ്ങനെ അവർ പാക്ക് ചെയ്ത് പപ്പടം ഒരുമിച്ച് കവറിലിട്ട് കൊടുക്കാം. പുളിശ്ശേരിയും അവർ പാത്രം കൊണ്ടുവരും, പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. സേവയും നമ്മുടെ ക്വാണ്ടിറ്റി ഒരു സേവയുടെ ക്വാണ്ടിറ്റി 1/4 കിലോയാണ്. 1/4 കിലോ ഇട്ടിട്ട് നമ്മളിപ്പോ 10 സേവയാണെങ്കിൽ 2.5 കിലോ അങ്ങനെ കണക്കാക്കി നമ്മള് മൊത്തത്തിൽ പാത്രത്തിൽ കൊടുക്കും. തൂക്കമാണല്ലേ? തൂക്കമാണ്. ആർക്കെങ്കിലും വന്ന് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ ഫോൺ വിളിച്ച ഓൺലൈൻ സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഞാന് ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. മോന് ജോലിക്ക് പോണം. അപ്പൊ അതുകൊണ്ട് ചേട്ടന് വലിയ വണ്ടിയൊന്നുമില്ല, അതുകൊണ്ട് സൈക്കിൾ മാത്രമേ ഉള്ളൂ. അപ്പം വിളിച്ച് പറഞ്ഞെങ്കിൽ വീട്ടിൽ വന്ന് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. അല്ല അവരെ ഏർപ്പാടാക്കി ആളിനെ വിടുകയാണെങ്കിൽ നമ്മളെ ഇതാക്കാം. കടയിൽ വന്ന് വാങ്ങിക്കാം. എന്തായാലും മാക്സിമം നമ്മളടുത്ത് പറയുന്നവരെല്ലാം നേരത്തെ വിളിച്ച് പറഞ്ഞേക്കും. നമ്മുടെ ബ്രാഹ്മിൻസിന്റെ ഫെസ്റ്റിവൽ പരിപാടിയൊക്കെ വെക്കുമ്പോ അവിടെ മെയിൻ ആയിട്ട് ഇതാണ് വെക്കാറുള്ളത്. അപ്പൊ അവര് അത് ഫസ്റ്റ് ഇതാണ് കൊടുക്കും, സർപ്പൻസ് കൊടുക്കും. വേഗം വിറ്റ് പോകും. അത് സേവ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ആന്റി മാത്രമാണോ ഈ വർക്ക് ചെയ്യുന്നത്? അല്ല, ഞാനും ഹസ്ബൻഡും കൂടെയാണ് ചെയ്യണത്. പക്ഷെ ഈ ഫുഡ് ഉണ്ടാക്കണതിന് ഞാൻ ഹസ്ബൻഡ് മാത്രമാണ്. എന്ന് വെച്ചാൽ അത് വേറെ ആർക്കെങ്കിലും കൊടുത്താൽ ടേസ്റ്റ് ചിലപ്പോ വ്യത്യാസം വരും. അതുകൊണ്ട് അത് ഇതുവരെയ്ക്കും ഇന്ന് വരെ നമ്മളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കഴുകാനും പറക്കാനൊക്കെ ആള് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫുഡ് ഹോംലിയായിട്ട് ഉണ്ടാക്കുന്നത് ചമ്മന്തിപ്പൊടി, സാമ്പാർ പൊടി, ഇഡലി ദോശപ്പൊടി, നാർത്തങ്ങ അച്ചാറ്, കണ്ണിമാങ്ങ അച്ചാറെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണത്. പിന്നെ വറക്കാൻ മെഷീൻ വെച്ചിട്ടുണ്ട്. ഇതിലെല്ലാം അച്ചാറിലെ വിനീഗർ ഇല്ലാത്തതാണ് ചെയ്യണത്. പക്ഷെ നമ്മുടെ അച്ചാറിന് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെട്ട അച്ചാറാണ്. വിനീഗർ ഇല്ലാത്തോണ്ട് എല്ലാവർക്കും കൊടുക്കാം. കുട്ടികൾ കൂടെ കൊടുക്കാൻ പറഞ്ഞാണ് ഇതാക്കണത്. ഉലകത്തിൽ ഒരേ ഒരു സ്വർഗം അമ്മയുണ്ടാക്കിയ വീട്ടിലെ ഭക്ഷണം.